കർണാടകയിലെ കോൺഗ്രസ് മുസ്ലിങ്ങളോട് എന്താണ് ചെയ്യുന്നത്? വളരെ ചർച്ചാ വിഷയമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരങ്ങളെ തേടിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കർണാടകയിലെ മുസ്ലിം സംഘടനകളുടെ ഒരു യോഗം ബാംഗ്ലൂരിൽ വെച്ച് ചേരുകയുണ്ടായി. അവിടെ കോൺഗ്രസിനെതിരെ അതിശക്തമായ വിമർശനം ഈ പ്രസ്തുത യോഗത്തിൽ ഉണ്ടാവുകയുണ്ടായി. അത് ചില കാര്യങ്ങൾ ആ യോഗം മുമ്പോട്ട് വെക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 2023 കർണാടക തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPയും കോൺഗ്രസും നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് കർണാടകയിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു വെല്ലുവിളി BJP ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് BJP ഗവൺമെന്റ് ആയിരുന്നു കർണാടകയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കോൺഗ്രസ് മുസ്ലിം സമുദായത്തിന് മുമ്പിൽ ചില ഓഫറുകൾ വെച്ചു. ആ ഓഫറുകൾ എന്നുള്ളത് മുസ്ലിം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകുമെന്നും 10,000 കോടിയുടെ ഒരു പദ്ധതികളുമായിട്ട് തങ്ങൾ മുമ്പോട്ട് വരുമെന്നും ഹിജാബ് വിഷയം, മുസ്ലിം റിസർവേഷൻ എടുത്തു കളഞ്ഞ BJPയുടെ നയം, ഗോവധ നിരോധന നിയമം, ഇങ്ങനെ തുടങ്ങിയ പല മുസ്ലിം വിഷയങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെയായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പോളിസികളിൽ മുസ്ലിം സമുദായത്തോട് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഒരു 3 വർഷത്തിനടുത്ത് സമയമാകുമ്പോൾ കർണാടക സർക്കാരും കോൺഗ്രസും ഇതിൽ നിന്നും വ്യതിചലിച്ചുവെന്നും ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കില്ല എന്നുമാണ് പ്രസ്തുത മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ വിമർശനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മറ്റു വഴികൾ നോക്കാൻ അറിയാമെന്നും എല്ലാ കാലത്തും BJPക്കെതിരെ തങ്ങൾ വെറും വോട്ടുകുത്തികളാക്കി മാത്രം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നുമാണ് കോൺഗ്രസിനെതിരെ മുസ്ലിം സംഘടനകളുടെ സംയുക്ത യോഗം അവിടെ നടത്തിയ പ്രസ്താവന എന്നുള്ളത്. കർണാടക രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും നമ്മൾക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്നുള്ളത്, പ്രത്യേകിച്ചിട്ടും ഈ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ എന്നുള്ളത്, മുസ്ലിം പ്രശ്നങ്ങൾ എന്നുള്ളത്, അത് കോൺഗ്രസ് അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുകയും മുസ്ലിം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ തേടാതിരിക്കുകയും പകരം അവർ എല്ലാ കാലത്തും BJPക്കെതിരെ വോട്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ആ വോട്ടുകൾ എല്ലാ സമയത്തും തങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് തന്നെയാണ് കർണാടകയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ മുസ്ലിങ്ങൾ അപ്പാടെ തന്നെ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. കാരണം അവിടെ മറ്റൊരു ഓപ്ഷൻ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത സാഹചര്യം സങ്കീർണമാക്കുകയാണ്. പ്രത്യേകിച്ചും JDS, നേരത്തെ ഉണ്ടായിരുന്ന JDS ഒക്കെ BJPയുമായിട്ട് അലയൻസിലാവുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെയാണ് ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. അതായത് മുസ്ലിം പ്രശ്നങ്ങൾ, റിസർവേഷൻ പ്രശ്നമായാലും ഗോവധ വിഷയമായാലും തല്ലിക്കൊലകളായാലും അല്ലെങ്കിൽ വഖഫ് അമൈൻമെന്റ് അല്ലെങ്കിൽ മറ്റു ഹിജാബ് വിഷയമടക്കമുള്ള വിഷയങ്ങൾ, അതിലൊരു നിലപാടെടുക്കാൻ കർണാടക സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ള വലിയ വിമർശനം ഉന്നയിക്കുകയാണ് ഇവിടെ മുസ്ലിം സംഘടനകൾ. ഇവിടെ കഴിഞ്ഞ ദാവൻഗരെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള, മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ദാവൻഗരെ എന്നുള്ളത്. അവിടെ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ആദ്യമായിട്ട് ഈ വിഷയം ഉയർന്നു വരുന്നത്. എന്താണ് ദാവൻഗരയിൽ നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് ദാവൻഗര സൗത്ത് മണ്ഡലം. ശമനുരു ശിവഗംഗരപ്പ എന്നയാളും അയാളുടെ കുടുംബവുമാണ് കാലങ്ങളായിട്ട് ഈ മണ്ഡലം കൈയടക്കി വെച്ചിരിക്കുന്നത്. ശിവശങ്കരപ്പ മരണപ്പെട്ടതോടെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും മൈനോറിറ്റി സെല്ലിന്റെ സംസ്ഥാന പ്രസിഡന്റും MLCയുമായ അബ്ദുൾ ജബ്ബാറിനെ മത്സരിപ്പിക്കണമെന്നുള്ള ശക്തമായ ആവശ്യം ഉയർന്നു. പക്ഷേ DK ശിവകുമാറിന്റെ ശക്തമായ എതിർപ്പ് കാരണമായി അയാളുടെ ചെറുമകൻ സമർദ് ഷാനുമരുവിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം നടത്തിയ കണക്കെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുമെന്നും അവിടെ BJP ജയിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നതോടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ നസീർ ഖാനെ പുറത്താക്കി. അതിനെ തുടർന്ന് അബ്ദുൾ ജബ്ബാർ സ്ഥാനം രാജിവെച്ചു. മന്ത്രി ജമീർ അഹമ്മദും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ
മുസ്ലിം സ്ഥാനാർത്ഥി എന്ന ആവശ്യം കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. പക്ഷേ കോൺഗ്രസിന് അതിന് ചെവി കൊടുക്കാറില്ല. ഇത്തവണയും അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും ശിവശങ്കരപ്പയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആളെ നിശ്ചയിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉയർത്തിയ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വലിയ പിന്തുണയുള്ള മുസ്ലിം നേതാക്കളും അവരുടെ അണികളും മറ്റൊരു പാർട്ടിയിലെ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വോട്ട് കുത്തിയതെന്നും അതിന് കാരണമായിട്ടാണ് ഷമനൂർ തോൽക്കുന്നതുമെന്നുള്ള ആരോപണമാണ് ഉയർന്നത്. നിലവിൽ സമീർ അഹമ്മദ് ഖാൻ കർണാടക മന്ത്രിസഭയിലുള്ള അംഗമാണ്. സാലിം അഹമ്മദ്, റിസ്വാൻ അർഷദ് എന്നിവരെ ഇദ്ദേഹത്തിന് പകരം മന്ത്രിസഭയിൽ എടുക്കാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. മുസ്ലിം നേതാക്കളുടെ എല്ലാ പ്രതിഷേധങ്ങളെയും മറികടക്കാൻ മണ്ഡലത്തിൽ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തിയ 2 നേതാക്കളായിരുന്നു ഇവർ. അപ്പോൾ കോൺഗ്രസ് എല്ലാ കാലത്തും വിജയിച്ചു വരുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ പ്രാവർത്തികമാക്കിയത്. ഈ ദാവങ്കര മണ്ഡലത്തിൽ അതിശക്തമായ സാന്നിധ്യമായിട്ട് SDPI ഉണ്ടായിരുന്നു. അത് മറ്റൊരു വിഷയമാണ്. അങ്ങനെയാണ് ഈ ഒരു 10 കോടിയുടെ വിവാദം നമ്മൾ കേട്ടത്. 10 കോടി വിവാദം എന്നുള്ളത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ സമീർ അഹമ്മദ് ഖാനും ഈ മറ്റുള്ള കോൺഗ്രസ് നേതാക്കളും SDPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി SDPIക്ക് വേണ്ടി 10 കോടിയുടെ ഫണ്ട് കൊടുത്തു എന്നുള്ള ആരോപണമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതും കോൺഗ്രസിലുള്ള സവർണ വിഭാഗങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ദാവങ്കരയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം എന്നുള്ളത് ദാവങ്കരയിൽ ഈ പ്രാവശ്യം ഒരേ ഒരു ഡിമാൻഡാണ് SDPIയും അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളും ഡിമാൻഡ് വെച്ചത്. അവിടെ ഈ പരമ്പരാഗതമായിട്ട് ഇവരുടെ കുടുംബത്തിൽ നിന്നുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കുകയല്ല, പകരം അവിടെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയായ ഏറ്റവും നല്ലൊരു ശതമാനം വോട്ട് വീതമുള്ള മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ അത് കോൺഗ്രസ് നിരാകരിക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് DK ശിവകുമാർ എന്നാണ് ആരോപണമുള്ളത്. ഏതായാലും ആ മണ്ഡലത്തിന്റെ ചിത്രം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഷമനൂരു ശിവശങ്കരപ്പ അദ്ദേഹമാണ് ഇതുവരെ അവിടെ MLA ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടതോട് കൂടിയിട്ടാണ് ഈ ദാവങ്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ ഷമനൂരു ശിവശങ്കരപ്പക്ക് 94 വയസ്സാണ് പ്രായം അദ്ദേഹം മരിക്കുമ്പോൾ. അതായത് 94 വയസ്സ് വരെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തുകയും 94 വയസ്സ് വരെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തയാളാണ് ഈ ശിവശങ്കരപ്പ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 94 വയസ്സ് വരെ ഇദ്ദേഹത്തെ മത്സരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അദ്ദേഹം 99 മുതൽ 2000 മുതൽ തന്നെ അവിടെ MLAയും MP ഒക്കെ ആയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ്. ദാവങ്കര സൗത്ത് മണ്ഡലമാണിത്. അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹം 94 വയസ്സായി പ്രായമായി അദ്ദേഹം മരണപ്പെട്ടു. ഇനി എന്താണ് ഓപ്ഷൻ എന്നുള്ളത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതകളാണ് കോൺഗ്രസ് അപ്പോഴും നോക്കിയത്. അവിടെ ഏറ്റവും വലിയ സമുദായവും മറ്റു പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെ ഉള്ള ഒരു മണ്ഡലത്തിൽ അവരെ പ്രതിനിധീകരിച്ച് ഒരു പ്രതിനിധി ആവശ്യമാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരമുണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ തങ്ങൾ പോലും മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന് SDPI അടക്കം ആവശ്യപ്പെട്ടു. പക്ഷേ അത് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അഫ്സാർ കൊടലിപ്പേട്ട് എന്ന SDPIയുടെ കർണാടക സംസ്ഥാന സെക്രട്ടറി അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. വലിയ പ്രചരണം നടത്തി വലിയ രീതിയിലുള്ള മത്സര സാന്നിധ്യമാവാൻ SDPIക്ക് കഴിഞ്ഞു. ഇതാണ് അവിടുത്തെ സാഹചര്യം എന്നുള്ളത്. ഇനി ഈ ശിവശങ്കരപ്പയുടെ പേരമകൻ സമർനാഥ് മല്ലികാർജുൻ ആണ് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹത്തിന് ചെറിയ പ്രായമാണ്. ഇദ്ദേഹത്തിന് മറ്റാരും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പേരമകനെ സ്ഥാനാർത്ഥിയാക്കി. ഇതാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ദാവങ്കര മണ്ഡലം കഴിഞ്ഞ കാലങ്ങളിൽ 2023 കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 27,000 ചില്ലാനം വോട്ടാണ്. അത് 2018 ഭൂരിപക്ഷം 15,000 ചില്ലാനമാണ്. 2013 ആ ഭൂരിപക്ഷം എന്നുള്ളത് 40,000 കൂടുതൽ ഭൂരിപക്ഷമാണ്. അതായത് മുസ്ലിം സമുദായത്തിന് അതിനു മുമ്പും ഇദ്ദേഹം തന്നെയാണ് 2008 അദ്ദേഹം തന്നെയാണ് അവിടെ വിജയിക്കുന്നത്. തുടർച്ചയായി 94 വയസ്സ് വരെ അദ്ദേഹം MLA ആയി അവിടെ ഉണ്ടാവുന്നു. 94 വയസ്സ് വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ മണ്ഡലം വെക്കുന്നു. അദ്ദേഹം മരണപ്പെടുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ പേരമകന് കൊടുക്കുന്നു. ഇതാണ് അവസ്ഥ എന്നുള്ളത്. ആ മണ്ഡലത്തിലെ ഏറ്റവും പ്രബലമായ സമുദായത്തെ നിരന്തരമായി അവഗണിക്കുന്നു. അവർക്കുള്ള ആനുകൂല്യങ്ങൾ അവഗണിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ പിന്തുണയാണ് കഴിഞ്ഞ കാലങ്ങളിൽ BJPയുടെ വോട്ട് വീതം നമ്മൾ നോക്കുമ്പോൾ 2023 തെരഞ്ഞെടുപ്പിൽ 56,000 വോട്ട് BJPക്ക് നേടാനായിട്ടുണ്ട്.
2018 തെരഞ്ഞെടുപ്പിൽ 55,000 വോട്ടൊക്കെ ബി ജെ പി ഉണ്ട്. ബി ജെ പി 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. പക്ഷേ ഈ വിജയിക്കുന്നത് എന്നത് മുസ്ലിം സമുദായത്തിന്റെ വലിയ പിന്തുണയാണ് മണ്ഡലത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നത്. ഇതാണ് ഈ വിജയത്തിന് കാരണമെന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ള സമുദായത്തോട് കർണാടകയിൽ ആകമാനം കാണിക്കുന്നതും അത് തന്നെ ദാവങ്കരയിൽ ആവർത്തിക്കുന്നതുമാണ് കണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അവർ മറ്റു ഓപ്ഷനുകൾ തേടുമെന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയി കിട്ടുന്ന വോട്ട് എന്നാണ് മുസ്ലിം സമുദായത്തിന്റെ വോട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. കാരണം അവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും ചെയ്തു കൊടുത്തില്ലെങ്കിലും ബി ജെ പി മറുഭാഗത്തുള്ളത് കൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നും ആ വോട്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്, അവർക്ക് ഒരു കാര്യവും ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു സമീപനം കോൺഗ്രസ് എല്ലായിടത്തും വെച്ച് പുലർത്തുന്നുണ്ട്. മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും കോൺഗ്രസ് സമീപിക്കുന്നത് ഈ രീതിയിലാണ്. അതുകൊണ്ട് ആ വോട്ടുകൾ ബൾക്കായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ ശിവശങ്കരപ്പയ്ക്ക് ശേഷം അവിടെ ആ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് ഒരാളെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിനകത്തുള്ള മുസ്ലിം നേതാക്കൾ ആവശ്യപ്പെടുന്നു. അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. അവർ കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് പുറത്താക്കുന്നു, ഒരു പരാതിയും കിട്ടാതെ തന്നെ. മറ്റൊരു ഭാഗത്ത് ബി ജെ പിക്ക് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചു എന്ന് അത്തരം ആരോപണങ്ങൾ നേടുന്ന പല കോൺഗ്രസ് നേതാക്കളെയും വീണ്ടും അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും തുടരുന്നതുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കർണാടകയിലെ മുസ്ലിം നേതാക്കളെ മറ്റൊരു ദിശയിലേക്ക് ചിന്തിപ്പിച്ചത്. ഏതായാലും മുസ്ലിം റിസർവേഷനും ഹിജാബും മറ്റു ഗോവധ നിരോധനവും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും നിലപാടുകൾ സ്വീകരിക്കാത്ത പക്ഷം കർണാടകയിലെ മുസ്ലിങ്ങൾ ബദൽ ഓപ്ഷനുകൾ തേടുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് കർണാടക മുസ്ലിം നേതാക്കൾ നൽകുന്നുള്ളത്.